Parashiraja Senior Secondary School since 2015. Play class to +1. Eco-friendly campus with a beautiful butterfly garden. Play classes KG special care with different games. AC classrooms for KG section. Empowering little hearts to dream big and fly high. Parashiraja Senior Secondary School, Kuttambulli, Thiruvillamala. ട്രെയിനുകളിൽ സുരക്ഷ ഉറപ്പാക്കി ഓപ്പറേഷൻ രക്ഷിത. മദ്യപിച്ച ട്രെയിനിൽ യാത്ര ചെയ്തവരിൽ പിടിയിലായത് 67 പേർ. പരിശോധന തുടരുന്നു. യാത്ര ചെയ്യുന്ന വ്യക്തിയാണ് ഇദ്ദേഹം. ഒരു യാത്രയിൽ ഇദ്ദേഹത്തിന് വിലപിടിപ്പുള്ള സാധനമുണ്ട്. ഇദ്ദേഹം ഇടയ്ക്ക് തലേന്ന് ജോലി ചെയ്ത ക്ഷീണമാവും, അന്ന് ജോലി ചെയ്ത ക്ഷീണമാവും. നമ്മൾ നേരെ കയറും, നേരെ ബർത്തിൽ നമ്മളത് വയ്ക്കും. ഇതൊരു മോഷ്ടാവ് ശ്രദ്ധിക്കുന്നുണ്ടോ നമുക്കറിയില്ല. അപ്പോൾ നിങ്ങൾ ബർത്തിൽ വെച്ചാൽ ബാഗ് നിങ്ങളുടെ വിലപിടിപ്പുള്ള സാധനങ്ങളുണ്ടാവും. അപ്പോൾ നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്ന് ഉറങ്ങും. സൈഡ് സീറ്റാണെങ്കിൽ കാറ്റടിക്കും, നമ്മൾ ഉറങ്ങിപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മനുഷ്യൻ്റെ സാധ്യമാണ്. അപ്പോൾ അവനൊരു മറ്റേ 1-2 മിനിറ്റ് മതി, അവനടുത്ത് അടുത്ത സ്റ്റേഷനിലാണ്. അപ്പോൾ നമ്മളെ വിലപിടിപ്പുള്ള വസ്തുക്കൾ നമ്മൾ ഓരോരുത്തരും സൂക്ഷിച്ചു കഴിഞ്ഞാൽ ദുഃഖിക്കേണ്ടി വരില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടിയിട്ടുള്ള വിലപിടിപ്പുള്ള വസ്തുക്കളോ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ട് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വേദനാജനകമാണ് ആർക്കായാലും ശരി. അപ്പോൾ അത് പാടില്ല. അപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ സുരക്ഷിതത്വത്തിനുമായിട്ടാണ് RPF ഗവൺമെൻറ് റെയിൽവേ പോലീസും ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അവയർനെസ്സിന് വേണ്ടി പറഞ്ഞു തരികയാണ്. അപ്പോൾ എന്തെങ്കിലും കേസ് അതുപോലെ തന്നെ മദ്യപിച്ച് യാത്ര ചെയ്യുന്ന ആളുകളുണ്ട് ഒരുപാട്. അങ്ങനെ എന്തെങ്കിലും ഇൻസിഡൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അയാളുടെ മുന്നിൽ നിന്ന് ഫോൺ ചെയ്യേണ്ട. നിങ്ങൾ അവിടുന്ന് ബാത്റൂമിൻ്റെ സൈഡിൽ അവിടെ പോയിട്ട് 139 RPFൻ്റെ നമ്പറാണ്, 112 പോലീസിൻ്റെയാണ്. ഏത് നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റേഷനിൽ നിന്ന് പോലീസിൻ്റെ സഹായം കിട്ടും. അപ്പോൾ അത് ടോൾ ഫ്രീ നമ്പറാണ്, ആരും അത് മിസ് ചെയ്യരുത്. വർക്കലയിൽ ട്രെയിനിൽ നിന്നും പെൺകുട്ടിയെ ചവിട്ടി വീഴ്ത്തിയ സംഭവത്തിന് പിന്നാലെ റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും സ്ത്രീ യാത്രികരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും കുറ്റകൃത്യങ്ങൾ തടയുന്നതിനുമായി റെയിൽവേ പോലീസും ലോക്കൽ പോലീസും ചേർന്ന് നടത്തുന്ന ഓപ്പറേഷൻ രക്ഷിത എന്ന പദ്ധതിയിൽ വ്യാപക പരിശോധന. മദ്യപിച്ച് ട്രെയിനിൽ കയറിയതിന് ഇതുവരെ 67 പേരെയാണ് പിടികൂടി കേസെടുത്ത് യാത്ര ചെയ്യാൻ അനുവദിക്കാതെ വിട്ടയച്ചത്. ഓടുന്ന ട്രെയിനിലെ പടിയിലിരുന്ന് യാത്ര ചെയ്യുന്നവർക്കെതിരെയും ഇനി കർശന നടപടിയുണ്ടാകും. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ 5 പ്ലാറ്റ്ഫോമുകളിലായി 100-ലധികം പോലീസുകാരുടെ നേതൃത്വത്തിൽ 24 മണിക്കൂറുമാണ് പരിശോധന നടക്കുന്നത്. ഒരാഴ്ചയ്ക്കുള്ളിൽ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ 29 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ 200-ലധികം പോലീസുകാർ 24 മണിക്കൂർ നേരവും ഡ്രൈവ് പരിശോധന നടത്തുന്നുണ്ട്. 5 ദിവസത്തിനുള്ളിൽ 38 പേരെയാണ് ഇവിടെ നിന്നും പിടികൂടിയിട്ടുള്ളത്. പ്ലാറ്റ്ഫോമുകളിൽ മദ്യപിച്ചെത്തുന്ന ആളുകളും നിരവധിയാണ്. ദീർഘദൂര ട്രെയിനുകളിലെ ജനറൽ കമ്പാർട്ട്മെന്റുകളിൽ നിന്നാണ് കൂടുതൽ ആളുകളെയും പിടികൂടിയിട്ടുള്ളതെന്ന് ഷൊർണൂർ റെയിൽവേ SI അനിൽ മാത്യു അറിയിച്ചു. മദ്യലഹരിയിലുള്ള യാത്രക്കാരെ തിരിച്ചറിയുന്നതിനായി ആൽക്കോമീറ്റർ പരിശോധനയും നടത്തുന്നുണ്ട്. റെയിൽവേ SPയുടെ നേതൃത്വത്തിലുള്ള ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും സ്ത്രീ യാത്രികരുടെ സുരക്ഷ ഉറപ്പാക്കുക, അനധികൃത പ്രവർത്തനങ്ങൾ, മദ്യപിച്ച് യാത്ര ചെയ്യൽ, ലഹരിക്കടുത്ത്, അശ്ലീല പെരുമാറ്റം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ തടയുക എന്നിവയാണ്. കോഴിക്കോട്, പാലക്കാട്, എറണാകുളം, തിരുവനന്തപുരം എന്നിങ്ങനെ 4 റെയിൽവേ DYSPമാരുടെ മേൽനോട്ടത്തിൽ വനിതാ പോലീസ് ഉൾപ്പെടെയുള്ള സേനാംഗങ്ങളെ ഉൾപ്പെടുത്തിയാണ് പരിശോധന നടത്തുന്നത്. വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കുമെന്ന് റെയിൽവേ പോലീസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് CCV.